കർണന് പോലും അസൂയ തോന്നും വിധം KKR കവചം. കഴിഞ്ഞ ദിവസം രാകേഷിനെ അഭിനന്ദിച്ച് ദിവ്യ എസ് അയ്യർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതിങ്ങനെ. എന്നാൽ ഈ ഒരു പോസ്റ്റിന് ശേഷം ദിവ്യ എസ് അയ്യർക്ക് ഒരുപാട് രൂക്ഷ വിമർശനങ്ങൾ വന്നു. അത്തരത്തിലൊരു വിമർശനമാണ് മുരളീധരൻ പറഞ്ഞത്. സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യറിനെ തേടി വരുന്നത്. എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ? ഇതിനകത്ത് മുരളീധരന് കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം വലിയ വലിപ്പത്തിൽ കാണേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരു വ്യക്തിയെ പറ്റി ഒരാൾ ഒരു ആശംസ അർപ്പിച്ചത് എടുത്ത് വെളിയിലിട്ട് ഇത്തരത്തിലൊരു പ്രശ്നമാക്കുന്നതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഈ മുരളീധരന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങുമില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഈ കോൺഗ്രസിനകത്ത് നിൽക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലായി. പുള്ളി ഈ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ പുള്ളിയുടെ അക്കൗണ്ട് ഒരു പരിധി വരെ പൂട്ടി ഈ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്ത് നിന്ന് അവർ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഒരു കളിയും കളിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞത് പ്രാവശ്യം ഇപ്പം കുറെ കാലമായിട്ട് ഈ ആളിനെ പരിശോധിക്കുമ്പോൾ പുള്ളി ഒരു വലിയ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുക. അതായത് ഈ പാലക്കാട്ടെ വിഷയം അറിയാലോ. നമ്മുടെ പാലക്കാട്ട് വിഷയത്തിനകത്ത് അല്ലെങ്കിൽ തൃശ്ശൂര് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ അഖിലേക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമല്ലോ. പുള്ളി അവിടെ ഈ സുരേഷ് ഗോപിയെ കളിയാക്കുന്നു. അവസാനം 3-ാം സ്ഥാനത്ത് നമ്മൾ തോക്കുവാന്നൊക്കെ തൂറിത്തോക്കുവാന്ന് പറയും, നാടൻ ഭാഷയിൽ പറഞ്ഞു. അങ്ങനെ തോറ്റു വരുന്നു. കാരണം പുള്ളി എണ്ണുന്നതിന്റെ തലേന്ന് പോലും വലിയ കാര്യമൊക്കെ പറഞ്ഞ് മാളങ്ങ് വർത്താനം പറയുക. ഈ മൈക്ക് കാണുമ്പോൾ പ്രശ്നമുള്ള മനുഷ്യനാണ്. ഇവരുടെ സംസാരം കണ്ടാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ, ഈ മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കിയാൽ, കുറ്റം പറയുന്നത് ശരിയല്ല, ഈ മലബന്ധമുള്ള ആൾക്കാര് സംസാരിക്കുന്നതല്ല സംസാരിക്കും. കേരളത്തിൽ സംസാരിക്കുന്നത് ഇനി അഖിലെ ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരെ സംസാരിക്കുന്നതല്ല പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ അത് പുള്ളിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അയാളുടെ മുഖത്ത് നിന്ന് അത് സാധാരണ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് ഇത് സ്ഥിരമായിട്ടുണ്ട്. പുള്ളിക്ക് ആണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ആള്. പുള്ളിയെ കഴിഞ്ഞ് ഉള്ളൂ ലോകത്തെല്ലാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പം ഈ തിരുവനന്തപുരം ജില്ലയെ പുള്ളി ഉദ്ദേശിക്കുന്നത് അടുത്ത പ്രാവശ്യം നിയമസഭ മത്സരിക്കുക. ഞാൻ ഇനി ഒന്നിനുമില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ പുള്ളിയുടെ ഉദ്ദേശം അവിടെ. അപ്പം നേരത്തെ മത്സരിച്ചുകൊണ്ട് ഇരുന്നിടത്ത് ഇപ്പൊ പ്രശാന്താണ് MLA ആയിട്ടുള്ളത്. അതായത് അരുവിപ്പുറം ആ സീറ്റ് എനിക്ക് തോന്നുന്നു അരുവിപ്പുറമാണെന്ന് അല്ലേ, തിരുവനന്തപുരത്ത്. ഏതായാലും പ്രശാന്ത് MLA ആയിട്ടുള്ള സീറ്റിലായിരുന്നു. ഇദ്ദേഹം 10 കൊല്ലം MLA ആയിട്ട് ഇരുന്നിട്ടുള്ള നല്ല MLA ആയിരുന്നു അന്ന് അവിടുത്തെ. അപ്പം അടുത്ത പ്രാവശ്യം BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ആ സീറ്റിൽ മത്സരിക്കാനും പ്രശാന്ത് അവിടുത്തെ സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ അവിടുത്തെ ആൾക്കാർക്ക് വളരെ വേണ്ടപ്പെട്ടവനുമാവുമ്പോൾ പുള്ളിക്ക് അവിടെ മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പൊ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈ നമ്മുടെ മന്ത്രിയായിട്ടിരുന്ന ആളുണ്ടല്ലോ, ആന്റണി രാജുവിന്റെ മണ്ഡലമാണ്. എനിക്കൊന്ന് സെൻട്രൽ മണ്ഡലമാണ്. ഈ ശിവകുമാർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റ മണ്ഡലം, മുൻ മന്ത്രിയൊക്കെ ആയിട്ടിരുന്നു. ആ സീറ്റിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ആ സീറ്റിന് വേണ്ടിയുള്ള ശ്രമം എന്ന് പറയുമ്പോൾ അതിനകത്ത് ശിവകുമാർ നോക്കുന്നുണ്ട്. ഈ ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് ഉണ്ടല്ലോ, ശബരിനാഥ്, അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മണ്ഡലമായിരുന്നില്ല, മണ്ഡലത്തിൽ അദ്ദേഹം തോറ്റുപോയി. ആ മണ്ഡലത്തിൽ ഇനി ജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം പുള്ളിയുടെ ജനസമ്മതി അത്രയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹവും ഈ നമ്മൾ പറയുന്നത് ശരിയല്ല, നായന്മാർ കൂടുതലുള്ള ഈ സെൻട്രൽ മണ്ഡലത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 നായന്മാരുടെ ആ ഒരു സീറ്റിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു. പുനഃസംഘടന വരുമ്പോൾ അവിടുത്തെ DCC പ്രസിഡന്റായിട്ട് തീരുമാനിക്കാൻ സാധ്യതയുള്ള ആളെന്നുള്ള രീതിയിലേക്ക് പേരുകൾ കേൾക്കുന്ന ഒരാളാണ് ഈ അയ്യരുടെ, അതായത് കളക്ടർ ബ്രോ അല്ലെങ്കിൽ കളക്ടർ അയ്യരുടെ, ദിവ്യ എസ് അയ്യരുടെ ഭർത്താവായിട്ടുള്ളത്. അപ്പം തിരുവനന്തപുരത്ത് അദ്ദേഹം DCC പ്രസിഡന്റായിട്ട് വരുന്ന ഒരവസ്ഥ വന്നാൽ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യം ആലോചിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഈ കാർത്തികേയന്റെ മകൻ അല്ലെങ്കിൽ ഈ ദിവ്യ എസ് അയ്യരുടെ ഭർത്താവും മുൻ MLA-മായിട്ടുള്ള ശബരിനാഥ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശബരിനാഥ് വരും. അപ്പം അതിനകത്ത് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആൾക്കാരെ തീരുമാനിക്കുമ്പോൾ മുരളീധരൻ വേണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം ഉള്ള ആളായിട്ട് ശബരിനാഥൻ മാറുന്നതിന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് ശബരിനാഥൻ ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനല്ല, അല്ലെങ്കിൽ ശബരിനാഥന്റെ ഭാര്യയെ പോലും ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിർത്താൻ അയാൾക്ക് കഴിയാത്ത ഒരാളുടെ
തിരുവനന്തപുരം ജില്ല നയിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഏൽപ്പിക്കും എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വിഷയമായിട്ട് കെ മുരളീധരൻ ഇറങ്ങിയത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അല്ലാതെ അവര് പറയുന്നുണ്ട്, അവർക്ക് ഈ പറഞ്ഞതുപോലെ ശബരിനാഥൻ ഇത് MLA ആയിട്ടിരുന്നപ്പോൾ അവരെ കളക്ടറായിട്ട് വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്ന സമയത്തൊക്കെ പരിചയപ്പെട്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു. അവർ രാഷ്ട്രീയക്കാരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ്. ഈ കളക്ടർമാരൊക്കെ നമ്മൾ നോക്കുമ്പോൾ കളക്ടർമാര് മിക്കവാറും കളക്ടർമാരെയാണ് കല്യാണം കഴിക്കുന്നത്, അല്ലെ പോലീസ് IPS ഉള്ളവർ ഈ IPS അവരെ തന്നെ പ്രിഫർ ചെയ്ത്. ഇവരെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയാളെ ആയിട്ട് പരിചയപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അയാൾ നിൽക്കുന്ന പാർട്ടിയും ഗുണമല്ല, അയാൾ ഗുണമല്ലെന്ന് ഞാൻ പറയുന്നില്ല, ശരിയല്ല, ഒരു ഗതിയും ഉണ്ടാവുന്നില്ല. നോക്കിയപ്പോൾ 10 കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്നു. ആരൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയെ നോക്കുമ്പോൾ അയാൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, കപ്പാസിറ്റി ഉള്ളതാണ്. ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ടൊക്കെ ഈ പോർട്ടിന്റെ ചുമതല ഇവർക്ക് വഹിക്കുന്നുണ്ട്, ഇവർക്ക് ഏറ്റവും വലിയ അടുപ്പമുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് ബന്ധപ്പെടേണ്ടോ അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ അകത്ത് വരുന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന KK രാജേഷൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടുള്ള അടുപ്പം നോക്കിയപ്പോൾ അവരൊക്കെ അവരുടെ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിയോട് അവരുടെ കമ്മിറ്റ്മെന്റും ഈ കോൺഗ്രസിനെ തുലനം ചെയ്യുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് വലിയ അതിശയത്തോടു കൂടി കാണും. കാരണം നേരത്തെ ഈ പറയുന്ന നമ്മുടെ MP ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ ആകപ്പാടെ ഒരു MP ഉള്ള മന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു MP, അല്ലെങ്കിൽ രാധാകൃഷ്ണനെ ഇതുപോലെ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ ഇവരെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അന്നൊരു വിവാദമായിട്ടൊരു വിഷയമുണ്ട്. കാരണം ഇത്രയ്ക്ക് നല്ലൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഇത്രയ്ക്ക് നല്ലൊരു മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല, മനുഷ്യ സ്നേഹിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ഇതുപോലൊരു വിവാദം ഉണ്ടായത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി വളരെ നല്ലതായിട്ടുള്ള അഭിപ്രായം, അതായത് അവര് പറയുന്നത് അവർക്ക് കാണാൻ സാധിക്കുന്ന നന്മയുള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സമൂഹത്തിൽ കൊള്ളാവുന്ന വ്യക്തിത്വം എന്നെടുത്ത് പറയുന്ന ആൾക്കാരും ഒക്കെ വരുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ആകുന്നു, ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാകുന്നു. ഏറ്റവും അവസാനം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന KK രാഗേഷിനെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വവും സംരക്ഷണവും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും കാണുമ്പോൾ അതിനകത്ത് അവർക്ക് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിലൊരു പോസ്റ്റാണ് ഇട്ട്. ആ പോസ്റ്റിനെതിരെയാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് വന്നിട്ടുണ്ട്, വേറെ ഏതാണ്ടൊക്കെ കോൺഗ്രസ് വന്നിട്ടുണ്ട്, മുസ്ലിം ലീഗ് വന്നിട്ടുണ്ട്, കെ മുരളീധരൻ, കിങ്ങിണിക്കുട്ടൻ വന്നിട്ടുണ്ട്, പാലക്കാട് MLA വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്, വലിയ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംരക്ഷണം അവരുടെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ KK രാഗേഷിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ അവർക്കൊരു കരുതൽ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ആ കരുതൽ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർ ഈ മാതിരിയുള്ള പ്രസ്താവനകളൊക്കെ ഇറങ്ങുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ടായി ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവും ഒക്കെയാണ് എന്റെ ഭർത്താവിന്റെ പാർട്ടിയും കോൺഗ്രസും എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സാധ്യതയുള്ളൊരു അല്ലെങ്കിൽ നാളെ കാലത്തെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടി വീണ്ടും ഇടതുപക്ഷമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് അങ്ങനെ വിചാരിക്കുന്നു. ഏതായാലും മുരളീധരൻ ഇതിനകത്ത് കളിച്ച കളി എന്ന് പറഞ്ഞാൽ ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന കളക്ടർ ഒരു വാചകം പറഞ്ഞതല്ല, ആ കളക്ടറെ പോത്തിനെ കാളയടിക്കുന്ന പരിപാടി. അതായത് പോത്തിനെയും കാളയെയും ഒരേ നുകത്തിൽ വെച്ച് കെട്ടി പൂട്ടുന്ന സമയത്ത് പോത്ത് പെല്ലെ നടക്കും, കാള സ്പീഡിൽ നടക്കും. അപ്പൊ രണ്ടും ഒരേ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി, അതായത് നടക്കുന്നതിന് വേണ്ടി കാളയെ ഊങ്ങിയിട്ട് പോത്തിനെ അടിക്കും. കാളയെ ഊങ്ങുന്ന സമയത്ത് കാള ഒന്നുകൂടെ സ്പീഡിൽ നടക്കും, പോത്തിനൊറ്റ ഒത്തിരി അടിയും വെച്ച് കൊടുക്കും. അന്നേരം ഈ അടി കൊണ്ട വേദന കൊണ്ട് കട്ടിയതിന്റെ കൂടെ ചെല്ലും. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ലക്ഷ്യം വേറെയാണ്. ഈ മുരളീധരന്റെ ലക്ഷ്യം ദിവ്യ S. അയ്യർ അല്ല, ഈ പറയുന്ന ശബരിനാഥാണ്. അതുകൊണ്ട് ഇത് ദിവ്യ S. അയ്യരെ വെച്ച് ശബരിനാഥിനെ അടിച്ചിട്ടുള്ളതാണ് നാളെ കാലത്തെ കെ മുരളീധരന് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.